ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നലെ നമ്മുടെ കുഞ്ഞു വീട്ടുവിശേഷങ്ങളൊക്കെയാണ് കാണിച്ചത്. ഇന്ന് നമുക്ക് കുഞ്ഞൊരു ബ്യൂട്ടി ടിപ്പ് ചെയ്യാം. പെട്ടെന്ന് മുഖമൊക്കെ ഒന്ന് വെളുക്കാനും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വാരി പൂശണ്ട കേട്ടോ. ഈ ഒരു 2-3 കൂട്ടം സംഭവങ്ങൾ അങ്ങോട്ട് വാരി പൂശാലുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖമൊക്കെ വെളുക്കും കേട്ടോ. അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. 3 നമ്മുടെ അടുക്കളയിൽ തന്നെ 3 കൂട്ടം കുഞ്ഞ് സംഭവങ്ങളും കൊണ്ടായിരുന്നു നമ്മുടെ ബ്യൂട്ടി ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പാർലറിൽ ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ. ചെറിയൊരു പാക്കറ്റ് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി, പിന്നെ നാരങ്ങാക്കുട്ടൻ വേണം, പാല് വേണം. അത് നമ്മൾ ചൂടാക്കാത്ത പച്ചപ്പാൽ വേണം കേട്ടോ. ഞാൻ എപ്പോഴും പറയത്തില്ല, നമുക്ക് തിളപ്പിച്ച പാലെടുത്താൽ മുഖക്കുരുവൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. അപ്പോഴേ നമുക്ക് പച്ചപ്പാല ഇതിന് വേണ്ടത്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ പായ്ക്കൊക്കെ അങ്ങോട്ട് ഇട്ടാലോ. അപ്പോഴിന്ന് എനിക്ക് അത്ര ഉഷാറൊന്നുമില്ല, എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്, ശരീരത്തിനൊക്കെ ഭയങ്കര വേദന. പനി അടിക്കാനാണോ എന്തോ എനിക്കറിയത്തില്ല. നമുക്കൊരു എന്തോ ഒരു പെശകുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചുമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ തൊണ്ട കുത്തി ചുമയ്ക്കാൻ വരും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് എനിക്ക് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് ഒന്നും പിടിക്കാതിരിക്കാൻ. എനിക്ക് പേടി കേട്ടോ. എന്ന് വെച്ചാൽ ശരീരവേദന സഹിക്കാൻ ഒക്കത്തില്ല എനിക്ക്. അല്ലാത്ത അസുഖങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ല, ശരീരവേദനയാണ് ഇങ്ങനെ പനി വരുമ്പോൾ. എന്തോ ഒരു വയ്യായി ഉണ്ട് എനിക്ക് രാവിലെ മുതലേ. അപ്പോൾ നമുക്ക് കാര്യമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, വല്ലവരൊക്കെ വന്ന് നമ്മളെ തല്ലിക്കൊല്ലും. അപ്പോൾ നമുക്ക് കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഇനി ഇടാൻ കേട്ടോ. ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ, എന്നാലും വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടാൽ മതി. ഫുള്ള് നമുക്ക് വാരി ഒഴിക്കൊന്നും ഇടിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി ഇട്ടു. നമുക്ക് അടുത്തത് നമുക്ക് നാരങ്ങാക്കുട്ടനെ ഇട്ടിട്ട് നമുക്ക് പാലൊഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ മിക്സ് നമുക്ക് ശരിയായി വരത്തില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പാലിരപ്പം ഇടുമ്പം കൂടുതലായി പോവും കേട്ടോ. അപ്പോൾ നാരങ്ങ ചേർത്തിട്ട് നിങ്ങൾ പാലൊഴിച്ചാൽ മതി കേട്ടോ. ഫുള്ളായി ഇടാം കേട്ടോ. നമ്മുടെ കാപ്പിപ്പൊടി ഞാനൊന്ന് നോക്കിയതാണ്, പരീക്ഷണം. ചില 5 രൂപയുടെ ഇതിനകത്ത് ഫുൾ നമുക്ക് കുറച്ചിട്ടാൽ മതിയായിട്ട്. 5 രൂപയുടെ പായ്ക്കുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ കുറച്ചിട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇടണമെന്നാണ് തോന്നുന്നത്. അപ്പോഴേ നമ്മുടെ നാരങ്ങാക്കുട്ടനെയും കാപ്പിപ്പൊടിയും ഇവിടെ ഇതുവാക്കി ഇനി നമുക്ക് സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടോ. ആ പാല് കുറേശ്ശെ നമ്മൾ ഒഴിച്ചാൽ മതി. മിക്സ് ചെയ്യാൻ കുറേശ്ശെ എടുത്തില്ലെങ്കിലേ നമ്മുടെ ആ മിക്സ് അങ്ങ് വെള്ളം മാതിരിയൊക്കെ ഒത്തിരി ശറപറാന്ന് വെള്ളം വേണ്ട, എന്നാലൊട്ട് വെള്ളം വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ ഇതേ മിക്സൊക്കെ അങ്ങോട്ട് റെഡിയായി. ഇനി നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് വാരി തൂക്കാം. ആദ്യമേ തന്നെ മുഖമൊക്കെ കഴുകി, മുഖം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കഴുത്തും അങ്ങോട്ട് കഴുകിയൊക്കെ വെക്കണം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് വെള്ളവുമല്ല, എന്നാലൊട്ട് അങ്ങനെ അങ്ങ് കുറുകിയിരിക്കുന്ന ഒരു പാകമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആക്കിയെടുക്കാം. നമ്മുടെ മിക്സ് അങ്ങനെ ശരിയായി. ആദ്യമേ അത് പാലൊഴിച്ച് കളയരുത്. നാരങ്ങ ഒഴിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പാലൊഴിക്കുക. ഞാൻ ചാടിപ്പോകുന്നു കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് കസേരയിൽ നിന്ന്. അപ്പോൾ കറങ്ങുന്ന കസേരയൊക്കെ നമുക്ക് വാങ്ങിയാൽ കേട്ടോ. ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സുപ്പ് ഇവിടെ ഇരിക്കുന്ന ഞാൻ അപ്പുറത്ത് പോയി തിരിഞ്ഞൊക്കെ വരുന്ന കാണാം കേട്ടോ. കസേരയ്ക്ക് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ട്. ചില കമൻ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷം വരും. അപ്പോഴും അവരൊക്കെ നമ്മളെ അത്രയേറെ ഉണ്ടെന്ന് ഒരു തെളിവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ കമൻ്റൊക്കെ വരുമ്പോൾ ഒത്തിരി സന്തോഷം. എൻ്റെ കൊച്ചിന് കേട്ടോ, എൻ്റെ 5 കൊച്ചിന് കേട്ടോ. 5ൻ്റെ കൂടുതലും കുഞ്ഞുമക്കൾ ഇന്നലെ എത്ര വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടിരിക്കുന്നേ ഉള്ളൂ രാവിലെ കേട്ടോ. രാവിലെ ജോലിയൊക്കെ കഴിയുകയാണെങ്കിൽ രാവിലെയൊക്കെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണും കേട്ടോ. അപ്പോഴിതേ നമ്മുടെ പായ്ക്കൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്ര അങ്ങ് കട്ടിയിലല്ല വരുന്നത് കേട്ടോ. ആ ഒരു പായ്ക്ക് നമ്മൾ ഇട്ടപ്പം തന്നെ ഉള്ളത് ഇങ്ങനെ കട്ടിക്ക് വേണ്ട കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്.
ഒരു ഇതുപോലെ. പക്ഷെ ഇത് സംഭവം ഇടുവായിട്ട് പെട്ടെന്ന് നമുക്ക് കളർ അങ്ങോട്ട് തോന്നും കേട്ടോ. ഇത് നമുക്ക് തരിയില്ലാത്ത നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടി എടുത്ത് നമ്മൾ ചെയ്യണം കേട്ടോ. തരിയുള്ളതുണ്ടല്ലോ, അല്ലാത്ത നമ്മൾ വേറെ ഇത് തരിയില്ലാത്തത് കേട്ടോ. ബ്രൂവിനൊന്നും തരിയില്ല. അപ്പോഴേ ഇത് നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി നമുക്ക് വെളുപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു എളുപ്പ പണിയാണ് കേട്ടോ. ചെയ്ത് നോക്കുമോ? ഈ ഒരു 3 ഐറ്റം മതിയല്ലോ നമുക്കൊന്നും തിളങ്ങാനും മിനുങ്ങാനും വെളുക്കാനും ഒക്കെ കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഈ മടിയന്മാർക്കൊക്കെയുള്ള എളുപ്പത്തിന്, മടിച്ചെന്നല്ല പറയുന്നത്, എനിക്കറിയാം. മടിയന്മാരെന്ന് പറയും, മടിച്ചന്മാരെന്ന് ഞാൻ ഇന്നാളിൽ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നു കേട്ടോ. അപ്പോഴും മടിയന്മാർക്കും മടിച്ചികൾക്കും ഉള്ള ഓരോ ടിപ്പുകളൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ വേഗം ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണിതൊക്കെ. അതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക്, നിങ്ങളിനി കുറുക്കുകയും അരയ്ക്കുകയും പിഴിയൊന്നും വേണ്ട. ദേ തട്ടിയിടുക, നമ്മൾ മിക്സ് ചെയ്യുക, ദേ ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അവർക്കായിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു നമ്മുടെ ഒരു കിടുക്കാഴ്ച ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. ഇവിടെ രാവിലെ വെയിലെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി സൂര്യഭഗവാൻ ഉദിക്കാഞ്ഞത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. കാപ്പിപ്പൊടിയൊക്കെ വാരിയിടുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കാപ്പിപ്പൊടിയൊക്കെ വാരിയിട്ട് തട്ടിയിട്ട് പായ്ക്കുകളൊക്കെ തയ്യാറാക്കിക്കണം. നമ്മുടെ ഇടുന്ന ഡ്രസ്സിനകത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ അറിയാത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിട്ടാലും അറിയാം, അല്ലെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. പഴയതൊക്കെ ഇട്ടുകൊണ്ട് നമുക്കിത് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഈ ഒരു പായ്ക്കെന്ന് വെച്ചാൽ കരിവാളപ്പ് ടാൻ. നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട് നമ്മൾ കയറി വരത്തില്ല, യാത്രക്കുടയൊന്നും കൊണ്ടുപോകാതെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പം നമുക്ക് പെട്ടെന്ന് മുഖത്ത് കരിവാളിപ്പൊക്കെ ഉണ്ടാവത്തില്ല. സത്യം ദേഷ്യം വരും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മുഖത്തെ പിടിക്കത്തില്ല കേട്ടോ, ദേഷ്യം വരും. പിന്നെ പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയി കുളിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രം നമ്മൾ ചെയ്യുകയല്ലേ. ഞാനങ്ങനെ, എനിക്കങ്ങ് ദേഷ്യം വരും കേട്ടോ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ. അപ്പോൾ ഓടിപ്പോയി നമ്മളങ്ങ് കുളിക്കും അല്ലേ. നിങ്ങളൊക്കെ അങ്ങനെയാണോ, അതോ കുളിക്കാതെ അങ്ങനെ ഇരിക്കും? പുറത്തൊക്കെ പോയി ദൂരെ എത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുളിച്ചിട്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. കുളിക്കാതൊന്നും ഇരിക്കരുത്. ഇത് നമ്മൾ തേച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ് തന്നെ നമ്മൾ ഇരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം. ഇനി സംസാരിക്കരുത്. നമ്മൾ ഇത്ര ചെയ്തിട്ട് നമ്മൾ ഇനി സംസാരിക്കരുത്. ആരും കാണാതെ എവിടെയെങ്കിലും പോയി പാത്തിരിക്കും കേട്ടോ. ഇതൊക്കെ തേച്ചിട്ട് ഇങ്ങനെ വീട്ടിരിക്കണം. ആരെങ്കിലും വന്നാൽ ഇതാരാ, ഇത് വീട്ടുകാരി അല്ലല്ലോ എന്നും പറഞ്ഞ് വന്നവർ തിരിച്ചു പോകും കേട്ടോ. അതിനൊന്നും നിൽക്കേണ്ട. ഞാനിപ്പോൾ അകത്ത് പോയി, ഞാൻ ഇത് തേക്കാൻ നേരം ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് ഞാനങ്ങ് അകത്ത് കയറിക്കും. വല്ലവരും കണ്ടോ, നമ്മൾ ആരെയൊക്കെ പേടിച്ച് വേണം ഒന്നും വീഡിയോ എടുക്കാനല്ലേ. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കിടന്ന് ഉരുകുമോ. എന്നാ ചോദിക്കും, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, വേണ്ടുന്ന പണി ചെയ്താൽ പോരെ, വേണ്ടാത്ത പണിക്ക് പോകണമെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ച് നമ്മൾ എന്തോ ചെയ്യുമല്ലേ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇരുന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ ഇട്ടത് നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്നറിയാമോ? നമ്മൾ ആ പാലെടുത്ത് വെച്ചിരുന്നില്ലേ, ആ പാല് കുറച്ചെടുത്ത് നമ്മൾ ദേ ഇങ്ങനെ തുടയ്ക്കുന്നതിന് മുന്നേ ഇങ്ങനെ തുടച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തുടച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് തുടച്ച് മാറ്റണം കേട്ടോ. ഈ പാലും കൊണ്ട് തന്നെ നമ്മൾ തുടച്ച് മാറ്റുക. ആദ്യം ഇതേ പല്ലിയൊക്കെ ചൊല്ലുന്നു, പല്ലി പറഞ്ഞത് സത്യമായിട്ടാ, അങ്ങനെ മതിയെന്ന്. അപ്പോഴിങ്ങനെ നമ്മൾ തുടച്ച് മാറ്റണം. തുടച്ച് മാറ്റുമല്ല, തുടയ്ക്കണം. ദിവസവും നിങ്ങൾ ഇങ്ങനെ പച്ച പാലെടുത്ത് തുടച്ചാൽ തന്നെ ഉണ്ടല്ലോ,
നമ്മുടെ മുഖത്തിന് നല്ലതാട്ടോ. നിങ്ങൾ ചെയ്യുമോ? ചെയ്യത്തില്ല. നിങ്ങളെല്ലാം മടിയന്മാരല്ലേ, മടിച്ചികളുമല്ലേ. നിങ്ങൾ ചെയ്യൂ? ഇല്ല, ചെയ്യത്തില്ല. ഇങ്ങനെ തുടച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ തണുത്ത വെള്ളം കൊണ്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. ഇങ്ങനെ വെട്ടമുണ്ടോ പിള്ളേരെ? ഇവിടെ സൂര്യപ്രകാശം ഒന്നും പറയുന്നില്ല കേട്ടോ. നമ്മുടെ തുടച്ച് എടുത്ത് നമുക്ക് ഇനി നമുക്ക് വെള്ളം കൊണ്ട് തുടച്ച് മാറ്റാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ കളർ കിട്ടും കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണേ, നിങ്ങൾ വെറുതെ പൊട്ടയാണെന്നും പറയല്ലേ, സത്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ചെയ്ത് നോക്കിക്കണം. എനിക്ക് അതേ ഉള്ളൂ പറയാൻ കേട്ടോ. നിങ്ങളോട് നിങ്ങൾക്ക് വിശ്വാസമില്ല, നമ്മൾ ചെയ്ത് കാണിക്കുന്നത് വിശ്വാസം ഇല്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ മാത്രമല്ല എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലും ചിലർക്കൊരു വിശ്വാസം, ഇവള് ചുമ്മാതിരുന്ന് പുളു അടിക്കുക, ഇവള് ചുമ്മാതിരുന്ന് പുളു അടിക്കുക എന്നൊക്കെ അവരുടെ മനസ്സിനകത്തൊരു ലഡുവൊക്കെ പൊട്ടു. ആ ലഡു പൊട്ടുന്നവരോടാണ് ഞാൻ പറയുന്നത്. ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്കിങ്ങനെ ഓരോ പായ്ക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് കിട്ടുന്ന വ്യത്യാസവും നല്ല റിസൾട്ടും ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അല്ലാത്തവർക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോഴതാ പറയുന്നത്, ചെയ്ത് നോക്കണം. എന്തായാലും ഇപ്പം തന്നെ നിങ്ങൾ നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം വീട്ടിൽ കാണുമല്ലോ. അല്ലെങ്കിൽ നാരങ്ങ ഓടിപ്പോയി അപ്പുറത്തെ കടയിൽ നിന്ന് പറഞ്ഞാൽ ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ടോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ നേരിട്ട് നിങ്ങൾ പിഴിഞ്ഞങ്ങോട്ട് തേച്ചിട്ട് ഇപ്പം തന്നെ എൻ്റെ അടുത്ത് റിസൾട്ട് പറഞ്ഞു കിടുവാണെന്ന് കേട്ടോ. ഞാൻ എഴുന്നേറ്റോ ഓടത്തൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പോയല്ലോ. അപ്പോഴും തന്നെ നമുക്ക് നല്ല സോഫ്റ്റായി നാരങ്ങാക്കുട്ടനൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ആ മുഖത്തങ്ങോട്ട് ആ പാലിൻ്റെ ആ നെയ്യും ഒക്കെ ആകുമ്പോൾ നെയ്യെടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ പാല് കാച്ചി വെക്കുന്നത്. ഇത് നമ്മൾ രാവിലെ പച്ചപ്പാൽ എടുത്ത് വെക്കുന്നതല്ലേ, ഇപ്പോൾ കാച്ചാത്ത പച്ചപ്പാൽ കേട്ടോ. അപ്പോഴതിൻ്റെ തന്നെ അതിനകത്ത് നമ്മുടെ ആ നെയ്യുടെ ഒരു അംശമൊക്കെ ഉണ്ട്. അതാ പറയുന്നത്, ആ പച്ചപ്പാൽ എടുത്ത് വെച്ച് നമ്മൾ ചെയ്യണമെന്ന്. നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കവിളൊക്കെ കേട്ടോ. ആര് വന്ന് പിടിച്ചാലും ഇങ്ങനെ തുളുമ്പിയൊക്കെ ഇരിക്കും നമ്മുടെ കവിള് ഈ സമയത്ത് കേട്ടോ. നമ്മൾ അടുത്ത് വന്ന് നോക്കിയാലേ എവിടെയൊക്കെ മീശയും താടി ഇരിക്കുന്നതായിട്ട് കാണത്തുള്ളൂ. ഞാനിങ്ങനെ ആഞ്ഞൊന്ന് എത്തി വലിഞ്ഞ് നോക്കിയതേ അത് ഞാൻ പറയുകയും ചെയ്തു, എല്ലാം പോയിന്ന്. പക്ഷെ പോയില്ലായിരുന്നു. നമ്മുടെ ഇവിടെ 2 വശത്ത് ഇരുന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞ് അവിടെ ഇരിപ്പുകൊണ്ട് സുപ്പ് നന്നായിട്ട് തേച്ച് മിനുക്കാൻ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. നിങ്ങളാരെങ്കിലും പറഞ്ഞു? ഞാൻ എത്തി വലിഞ്ഞ് വന്ന് നോക്കി, എന്തെങ്കിലും കുഴപ്പമോ അപാകതകളോ വല്ലതും ഉണ്ടോ കേട്ടോ. അപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഈ കഴുത്തും ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ 2 കളറായി പോകും സത്യമായിട്ട്. നമ്മൾ വിചാരിക്കും ഈ വീഡിയോയ്ക്ക് മുന്നേ നമുക്ക് ഈ ഇത്രയും ഭാഗം ഒന്ന് കാണിച്ചിട്ട് പിന്നെ വൈകിട്ട് ചെയ്യാവുന്ന, അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നമുക്ക് മടിയാവും, എൻ്റെ കൂട്ടും മടിയാവും. അപ്പോഴും തന്നെ നമ്മൾ ഒരുമിച്ച് തന്നെ നമ്മൾ ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മൾ ആ ചെയ്യുന്ന കൂട്ടുകളും ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമൊക്കെ കാണും. അപ്പോഴേ ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോഴും നമ്മൾ എനിക്ക് എൻ്റെ ഒരു സ്പൂണാണ് എൻ്റെ കണക്ക് കേട്ടോ. എന്തോ എടുത്താലും അപ്പോഴേ തരിയില്ലാത്ത കാപ്പിപ്പൊടി എടുത്ത് ബ്രൂവിൻ്റെ എന്തെങ്കിലും അങ്ങനെ എടുത്ത് ചെയ്യാൻ നോക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തരിയുള്ളത് സ്ക്രബ് ചെയ്യാൻ എടുക്കാം. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇത് തരിയില്ലാത്ത ഈ ഒരു കാപ്പിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല കിടു റിസൾട്ടാണ്. നമുക്ക് അപ്പോഴേ തന്നെ നമുക്ക് അതിൻ്റെ ഇതറിയാം കേട്ടോ. അപ്പോഴേ തണുത്ത വെള്ളത്തിൽ തന്നെ പിന്നെ കഴുകാൻ നോക്കണം. പിന്നെ നമ്മൾ മുഖത്ത് സോപ്പൊന്നും ഇട്ട് മുഖം കഴുകാൻ നിൽക്കരുത് കേട്ടോ. നമ്മുടെ കിളിമക്കൾക്ക് തന്നെ എന്നോട് അസൂയ തോന്നുന്നു. ഇത്ര നല്ല പായ്ക്കാമോ ഈ പ്രിയാമ്മ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അവർ ഈ ലൈൻ കമ്പിയുടെ അടുത്തുമൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുകയും ചിലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കരിയിലക്കിളി, വാലാട്ടിക്കിളി എല്ലാവരും ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോഴെല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ഞാൻ ഇവിടെ രാവിലെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇവരെല്ലാവരും ഉണ്ട്. ചിലച്ച് പറക്ക ചില സമയത്തെല്ലാം കൂടെ അങ്ങ് അടിയുണ്ടാവും കേട്ടോ.
എന്തോ ഒരാൾ ചലച്ചാൽ മതി ബാക്കി എല്ലാവരും കൂടെ വന്ന് കലവില കലപ്പില്ല കലവില എന്നും പറഞ്ഞ് കേൾക്കണം. നമ്മൾ ഈ പെണ്ണുങ്ങളൊരു 3-4 കൂടുമ്പോൾ ഇങ്ങനെയല്ലേ കലവില കലപ്പില്ല കലപ്പില്ല. നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന്, എന്തൊക്കെ കൊതിയുന്നുണയാണ് പറയുന്നതെന്നല്ലേ. അപ്പോഴവർ അങ്ങനെ കൊതിയുന്നുണയൊക്കെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നതല്ലേ. അപ്പോഴേ നമ്മുടെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും അടിച്ചിരിക്കാതെ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് കിടു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോഴേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോഴേ നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് വരാം.